ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞങ്ങളൊരു 8 വർഷമായിട്ട് മനസ്സിൽ കൊണ്ടെടുക്കുന്നൊരു കാര്യമാണ്. നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പോൾ തന്നെ. നമ്മുടെ വീടിൻ്റെ കുറ്റിയടി. കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ 9 വർഷമാകുന്നു. കല്യാണം കഴിഞ്ഞ് 1 വർഷമാകുമ്പോഴത്തേനും തന്നെ നമുക്ക് ഒരു വീട് വെക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരാഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ പല പല കാരണങ്ങൾ കൊണ്ട്, പേഴ്സണൽ കാര്യങ്ങളും അല്ലാതെയും ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്കത് 8ാമത്തെ വർഷമാണ് നമുക്കത് സാധിച്ചത് കുറ്റിയടിക്കാൻ. കുറ്റിയടിക്കൽ മാത്രമല്ല കേട്ടോ, ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഇതിൻ്റെ തറക്കല്ലിടുന്നതും ബെൽറ്റ് വാർപ്പ് വരെയുള്ള വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ചാക്കി ഇട്ടുവെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ആഗ്രഹം വീടെന്നുള്ളൊരാഗ്രഹം ഭയങ്കര എന്താ പറയുക, ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു സംഭവമായിരുന്നു. അതിൻ്റെ ഇടയിൽ മക്കളുണ്ടായി. മൂത്താളിപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകുന്നു, രണ്ടാമത്തെ ആൾക്ക് 1.5 വയസ്സ് കഴിഞ്ഞു. ഇതൊക്കെ അതിൻ്റെ ഇടയിൽ നടന്നു. ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൊറോണ വന്നു. അപ്പം ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നമുക്കിങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു വീട് വീട് വീട്. എനിക്കൊക്കെ ഊണിലുറക്കത്തിലും ഇത് തന്നെയായിരുന്നു ചിന്ത, വീട് വെക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ചിന്തയായിരുന്നു. അപ്പം അങ്ങനെ ലാസ്റ്റ് നമ്മൾ മാർച്ച് 5, 2026 നമ്മൾ കുറ്റിയടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ തറ മാന്തി, കല്ലിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ തറ പണിതു. തറപ്പണിയുടെ ആൾക്കാർ അടിപൊളി ടീമായിരുന്നു കേട്ടോ. വരവൂരുള്ള ഒരു ചേട്ടനായിരുന്നു, സിദ്ധു എന്ന് പറഞ്ഞിട്ട്. പക്ക പെർഫെക്റ്റ് പണി. ആളെ കിട്ടാൻ കുറച്ചധികം ഞങ്ങൾ പാടുപെട്ടു, എന്നാൽ പോലും നമുക്ക് ആളെ കിട്ടി. ആൾ വന്ന് 8 ദിവസം 9 ദിവസമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് 7-8 ദിവസം കൊണ്ട് പണി തീർത്ത് വെച്ചു. ഇതിൽ ഞാൻ തറപ്പണിയുടെ എല്ലാ വീഡിയോയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണണേ. ഈ തറക്കല്ലിടാൻ വന്ന സ്വാമി നമ്മുടെ തന്നെ അമ്പലത്തിലുണ്ടായിരുന്ന രാമസ്വാമി എന്നുള്ള സ്വാമിയാണ്. ഭയങ്കര നല്ല മനുഷ്യനാണ്. അപ്പം ആൾ തന്നെയാണ്, അദ്ദേഹമാണ് നമുക്ക് ചെയ്തു തന്നതെല്ലാം. നല്ല വൃത്തിയായിട്ട് എല്ലാം നല്ല രീതിയിലാണ് ചെയ്തു തന്നത് കേട്ടോ. അങ്ങനെ തറക്കല്ലിട്ടു. തറക്കല്ല് ഇട്ട ദിവസം തറപ്പണി കരാറെടുത്ത ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. സിദ്ധു എന്നാണ് ചേട്ടൻ്റെ പേര്, ഞാൻ പറഞ്ഞില്ല നേരത്തെ. ആളും വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ എല്ലാ ബ്ലെസ്സിങ്സും നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ തറപ്പണി തുടങ്ങി. അതിൻ്റെ ഇടയിൽ 2 ദിവസം അവർ പണിക്ക് വരാതിരുന്നു. കാരണം ശനി ഞായറൊക്കെ ആയിട്ട് എന്തോ വരാണ്ടിരുന്നു 2 ദിവസം. എന്നാലും ഒരു 7-8 ദിവസം കൊണ്ട് അവർ നമുക്ക് തറപ്പണി കംപ്ലീറ്റ് ആക്കി തന്നു കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ തറപ്പണി കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവർക്കും വിഷുവിൻ്റെ തലേ ദിവസമാണ് നമ്മൾ തറപ്പണി കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മളെല്ലാവർക്കും വിഷു കൈനീട്ടൊക്കെ കൊടുത്തു. നല്ല ഹാപ്പി ആയിട്ടാണ് അവർ വിട്ടത്. പിന്നെ അങ്ങനെ തറ ഏകദേശം ഉണങ്ങിയപ്പോൾ നമ്മൾ ബെൽറ്റ് വറക്കാൻ വേണ്ടി തീരുമാനിച്ചു കേട്ടോ. ബെൽറ്റ് ഒരു ദിവസം തട്ടടിച്ചു, പിറ്റേ ദിവസം വാർത്തു. ആകെ 2 ദിവസത്തെ പണിയാണ് ബെൽറ്റ് വാർപ്പിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരത് സ്പീഡാക്കി തന്നെ, അതും നമ്മുടെ അവിടെയുള്ളൊരു ചേട്ടൻ തന്നെയാണ് കേട്ടോ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളത് എത്രയും പെട്ടെന്ന് തീർത്തു തന്നു. പിന്നെ ഇപ്പം നമ്മുടെ തറ എന്ന് പറയുന്നത് ബെൽറ്റ് വാർത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയെന്ന് പറയുന്നത് ചെളിയാക്കണം, മണ്ണടിക്കണം, ചെളിയാക്കണം. അപ്പോൾ ബെൽറ്റൊന്നും ഉണങ്ങിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് തറ കിടക്കണേ. അപ്പോൾ ഇനിയും എത്രയും പെട്ടെന്ന് വേഗം പണി തീരാൻ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബൈ.